സ്നേഹാദരണീയരായ വിശ്വാസിനി സഹോദരങ്ങളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല ഏറെ ആദരിക്കുകയും വലിയ അനുഗ്രഹങ്ങളോടുകൂടി ഈ ലോകത്തേക്ക് നിയോഗിച്ചവരാണ് മനുഷ്യരായ നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ പലതും നേടിയും പലതും നേടാതെയും അള്ളാഹു നിശ്ചയിച്ച കാലം വരെ സ്വന്തം ജീവിതത്തെക്കുറിച്ച് പോലും ചിന്തിക്കാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഇന്ന് നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ഭൂരിപക്ഷം ആളുകളും. പലരെയും സംബന്ധിച്ചിടത്തോളം ജീവിതം ഒരു ചര്യ മാത്രമാണ്. നേരം വെളുക്കുന്നു, കുളിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, അവനവന്റെ ജോലി സ്ഥലത്തേക്ക് പുറപ്പെടുന്നു, രാത്രിയാവുന്നു, തിരിച്ചു വരുന്നു, ഭക്ഷണം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ അനുഭവങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെയാണ് പല ആളുകളോടും ചോദിച്ചു നോക്കൂ, എന്തൊക്കെയാണ് വിശേഷം എന്ന് ചോദിക്കുമ്പം പലരും നിസ്സംഗതയോടെ പറയും, അങ്ങനെ പോണ്. പലരുടെയും ധാരണ ഈ ലോകത്ത് നമ്മളൊക്കെ ഇങ്ങനെ ജീവിക്കാനുള്ളവരാ, നമ്മക്കെന്ത് വിശേഷം, ഇവിടെ പൈസക്കാർക്കൊക്കെ അല്ലേ വിശേഷം എന്ന രീതിയിൽ ചിന്തിച്ചുകൊണ്ട് എത്തിപ്പെടാനാവാത്ത സ്വപ്നം കണ്ടിട്ടും ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പറ്റാത്തതിനെപ്പറ്റി ആലോചിച്ച് നിസ്സംഗതയോടുകൂടി ജീവിക്കുന്ന പലരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം സൗഭാഗ്യം മാത്രം തേടി ഓടും. അത് പണമാവാം, വലിയ സൗകര്യങ്ങളുള്ള ജീവിതമാവാം. ഇങ്ങനെയൊക്കെ ആത്യന്തികമായി പലതും നേടി, അതല്ലെങ്കിൽ എനിക്ക് നേടാൻ സാധിച്ചു എന്നഭിമാനിക്കുന്നതോടൊപ്പം തന്നെ ആ നേടിയതിൽ പലതിലും ആശങ്കപ്പെട്ട് ജീവിക്കുന്നവരായിരിക്കും അക്കൂട്ടർ. ഉദാഹരണമായി പല ആളുകളും പറയാറുണ്ട്, ഓടി ജീവിച്ചിട്ട് പൈസ ഉണ്ടാക്കും, പക്ഷെ മരിക്കുന്നതിന്റെ മുൻപ് ഒരു മനസ്സമാധാനത്തോടെ ജീവിച്ചിട്ടുണ്ടാവില്ല. മക്കളെ കൂടെ കുറച്ച് സമയം, കുടുംബത്തിന്റെ കൂടെ ഒരല്പ സന്തോഷം, ഇതൊന്നുമില്ലെങ്കിലും മത്സരിച്ചോടി പൈസ ഉണ്ടാക്കിയിട്ടുണ്ടാകും. മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം ലോണെടുത്ത്, കിട്ടാവുന്നിടത്തെന്നെല്ലാം ലോണെടുത്ത് വലിയ വീടുകൾ നിർമ്മിക്കും, വാഹനം വാങ്ങും. നാട്ടുകാരെ കണ്ടിൽ അവൻ സൗഭാഗ്യമുള്ളവൻ, ഭാഗ്യവാൻ, എന്തൊരു വലിയ വീട് എന്നൊക്കെ മറ്റുള്ളവരെ ചിന്തിച്ചാലും ആ ലോണിന്റെ പലിശ ആലോചിച്ച് ആശങ്കപ്പെട്ട് പലതും സമാധാനമില്ലാതെ നഷ്ടപ്പെട്ട് ജീവിക്കുന്നവരും നമ്മളെ കൂട്ടത്തിലുണ്ട്. സത്യത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി, നമ്മൾ നേടി എന്ന് അവകാശപ്പെടുന്ന പലതും നഷ്ടപ്പെടാനുള്ളതാ. ആ നേടിയെടുക്കുന്നതിൽ നിന്ന് എത്രത്തോളം നമുക്ക് സൗഭാഗ്യമുണ്ടാക്കാൻ സാധിക്കുമോ, എത്ര മനസ്സമാധാനത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുമോ, അവിടെയാണ് ഒരു വസ്തു നമ്മളുടെ സൗഭാഗ്യമായി മാറുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് സൗഭാഗ്യം, ഭാഗ്യം എന്ന ചോദ്യത്തിന് ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്തു. വലിയ വാഹനമുണ്ടാകണം, നാട്ടുകാർക്കിടയിൽ പേരെടുത്ത തറവാടാവണം, ആരും ആഗ്രഹിച്ചു പോകുന്ന സൗന്ദര്യമുള്ള ആണും പെണ്ണുമാവണം, വലിയ കൊട്ടാരമുള്ള വീടാവണം. ഇതല്ല അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ച്. ലൈസൽ ഇനാ അൻ കസറത്തിൽ അർള്, ധാരാളം വിഭവങ്ങൾ ഉണ്ടാവുക, ദുനിയാവിലെ കുറെ അലങ്കാരങ്ങൾ ഉണ്ടാവുക എന്നതല്ല ഐശ്വര്യം. വലാകിന്നൽ ഗിനാ ഇനൻ നഫ്സ്, നിങ്ങളുടെ മനസ്സിൽ എന്താണോ ഐശ്വര്യമായിട്ട് തോന്നുന്നത്, അതെത്ര നിസാരമായ കാര്യമാണെങ്കിലും അതാണ് ഐശ്വര്യം. നമുക്ക് റബ്ബ് നൽകിയതിൽ ഐശ്വര്യമുണ്ടോ ഇല്ലേ?
എന്റെ വാഹനം, എന്റെ വീട്, അതിലെനിക്ക് റബ്ബിന്റെ ഐശ്വര്യമുണ്ടോ സൗഭാഗ്യമാണോ എന്ന് തിരിച്ചറിയാൻ 3 ലക്ഷണങ്ങൾ ഉണ്ടാകും. ഒന്ന്, അതിൽ റബ്ബിന്റെ തൃപ്തിയുണ്ടാകും, അവനും തൃപ്തനായിരിക്കും. എനിക്കെന്റെ റബ്ബ് അത് നിശ്ചയിച്ചു, എനിക്കത് കിട്ടി, ഞാൻ തൃപ്തവാൻ. എനിക്കെന്റെ റബ്ബ് അത്രയെ തന്നിട്ടുള്ളൂ, റബ്ബിനെ തൊട്ടും ഞാൻ തൃപ്തവാൻ. ഇങ്ങനെ എന്റെ ജീവിതത്തിൽ ആ തൃപ്തി എനിക്കും ഉണ്ടാകണം, റബ്ബിനും ഉണ്ടാകണം. പക്ഷെ പലർക്കും ആ തൃപ്തി അവർക്കേയുള്ളൂ, റബ്ബിനുണ്ടാവില്ല. ഉദാഹരണമായി, ലോൺ എടുത്ത് വാഹനം വാങ്ങി, അവന് തൃപ്തിയുണ്ട്, നല്ല വാഹനം, പക്ഷേ അത് പലിശയില്ല, റബ്ബിന് തൃപ്തി ഉണ്ടാവില്ല. ഇനി രണ്ടാമതൊരു കൂട്ടരുണ്ട്, ആ നേടിയതിൽ അവന് മനസ്സമാധാനം ഉണ്ടാകണം. എനിക്ക് റബ്ബ് ഇത്രയെ വിധിച്ചിട്ടുള്ളൂ, അത് മതി. പടച്ചോൻ അവർക്ക് കുറെ കൊടുത്തു, അവർക്ക് എന്തൊക്കെ നേട്ടം എന്ന് ചിന്തിക്കുന്ന ഒരു മനസ്സുണ്ടാവാൻ പാടില്ല. എനിക്ക് അല്ലാഹു ഇത്രയാണോ വിധിച്ചത്, അതിൽ ഞാൻ സമാധാനപ്പെടുന്നു. എനിക്ക് അഹങ്കാരമില്ല, അസൂയയില്ല, മറ്റുള്ളവർക്ക് കിട്ടിയതിന് റബ്ബിനോട് പരാതിയില്ല. കാരണം എനിക്കെന്റെ റബ്ബ് തന്നതിൽ ഞാൻ മനസ്സമാധാനം കണ്ടെത്തുന്നുണ്ടെങ്കിൽ ആ റബ്ബ് തന്ന അനുഗ്രഹം എനിക്ക് സൗഭാഗ്യമായിരിക്കും. മൂന്നാമതായി അള്ളാന്റെ ഹബീബ് ഓർമ്മപ്പെടുത്തി, പാപത്തിൽ നിന്നും അകലം പാലിച്ചിട്ടാണ് എനിക്കത് കിട്ടിയതെങ്കിൽ അതെന്റെ സൗഭാഗ്യമായിരിക്കും. നാട്ടൊക്കെ ഏക്കറ കണക്കിന് സ്ഥലം വാങ്ങിയിട്ടുണ്ട്, നാട്ടുകാരെ പറ്റിച്ചിട്ടും കൊള്ളലാഭെടുത്തിട്ടും ഉണ്ടാക്കിയതെങ്കിൽ അതിലൊരു പക്ഷേ നാട്ടുകാർക്കും എനക്കും തൃപ്തി ഉണ്ടാകും, റബ്ബിന് തൃപ്തി ഉണ്ടാവൂല. കാരണം നീ പാപത്തു കൂടെ സമ്പാദിച്ചതാണത്, നീ മറ്റുള്ളവനെ വേദനിപ്പിച്ചുണ്ടാക്കിയതാണത്. അതുകൊണ്ട് തന്നെ ഒരു വസ്തു റബ്ബിൽ നിന്ന് എനിക്ക് സൗഭാഗ്യമാകണമെങ്കിൽ അതിലെന്റെ റബ്ബിന്റെ തൃപ്തിയുണ്ടാവണം, എനിക്ക് മനസ്സമാധാനം ഉണ്ടാകണം. മറ്റൊരാളെ വേദനിപ്പിച്ചിട്ടോ പാപത്തിൽ നിന്നോ ഒരിക്കലും നേടിയതാകാനോ പാടില്ല. ആ അനുഗ്രഹങ്ങളും സൗഭാഗ്യവും നേടിയവരായിരുന്നു പ്രവാചകന്റെ സ്വഹാബത്ത്. യർമൂക്ക് യുദ്ധവേളയിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു, എന്തുണ്ട് സഹാബത്തെ റബ്ബിന് തിരിച്ചു കൊടുക്കാൻ? പലരും പലതും കൊണ്ടുവന്നപ്പം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കയ്യിലുണ്ടായിരുന്ന അവസാനത്തെ നാണയത്തുട്ടും കൊണ്ടുവന്നപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ണീരോടുകൂടി തിരിച്ചു ചോദിച്ചു, അബൂബക്കറെ ബാക്കി എന്തുണ്ട്? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, അള്ളാഹുവും അവന്റെ റസൂലും മാത്രം. ഇനി എന്റെ കയ്യിൽ എന്റെ പ്രവാചകനും എന്റെ റബ്ബും മാത്രമേ ഉള്ളൂ, വേറൊന്നും എന്റെ കയ്യിലില്ല നബിയെ. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വലിയ ധനാഢ്യനായിരുന്നു. അദ്ദേഹം നിരവധി സ്ഥലങ്ങൾ വാങ്ങി അവിടെയൊക്കെ കൃഷി ചെയ്ത് സ്വഹാബത്തിന് ഭക്ഷണം കൊടുക്കുമ്പോ ഒരു ദിവസം സഹാബത്തിന്റെ കൂടെ ആ തോട്ടത്തിലൂടെ അദ്ദേഹം ഒന്ന് നടന്നു. കാട്ടാറുകൾ ഒഴുകുന്ന വലിയ മരങ്ങൾ കാഴ്ച നിൽക്കുന്ന, ഏതൊരാൾക്കും ഭംഗി തോന്നിപ്പിക്കുന്ന മുന്തിരിവള്ളികളും ഉറുമാൻ പഴങ്ങളും നിറഞ്ഞിരിക്കുന്ന തോട്ടത്തിലൂടെ നടക്കുമ്പോ ഒരു വലിയ മരത്തിന്റെ മുകളിലേക്ക് വള്ളികളായി വലിയ ഇലകളുള്ള ഒരു വള്ളി അങ്ങനെ ചുറ്റിപ്പണഞ്ഞു പോകുന്നത് അദ്ദേഹം കണ്ടു. ആ മരത്തിന്റെ താഴെ നിന്ന്, ഇന്നത്തെ നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ മണി ട്രീ എന്ന് പറയുന്നത് പോലെ വലിയ ഇലകളുള്ള ആ മരത്തിലേക്ക് നോക്കി അദ്ദേഹം പൊട്ടിക്കരയാൻ തുടങ്ങി. കണ്ടു നിൽക്കുന്ന സഹാബത്ത് ചോദിച്ചു, എന്തേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കണ്ണീരോടെ തിരിച്ചു പറഞ്ഞു, വല്ലാഹി ഇന്നി അഖാഫു അൻ യഗുറന ഹാദ ദുനിയ. എനിക്ക് ഭയം തോന്നുന്നു സഹാബത്തെ, ദുനിയാവ് നമ്മളെ വഞ്ചിച്ചു തുടങ്ങിയിട്ടുണ്ടോ എന്ന്, ദുനിയാവ് നമ്മളെ വഞ്ചനയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ എന്ന്. എന്നിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, മനുഷ്യർക്കൊരു കാലം വരും, റബ്ബ് കൊടുത്തതിലൊന്നും അവർക്ക് സമാധാനം ഉണ്ടാവൂല, അവർക്ക് റബ്ബ് തന്നതിലൊന്നും സൗഭാഗ്യം അവർ കണ്ടെത്തൂല. ദുനിയാവ് അവരെ വഞ്ചിക്കുകയും ദുനിയാവിന്റെ വഞ്ചനയിൽപ്പെട്ട് റബ്ബ് തന്നതിന്റെ വലുപ്പമറിയാതെ കിട്ടാത്തതിന്റെ മേലേക്ക് നോക്കി അവർ വെപ്രാളപ്പെട്ടോടുന്നൊരു കാലം വരുമ്പോ ലാ തഖൂമു സ്സാഅ, അന്ത്യനാൾ അടുക്കാറായിട്ടുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുക. അതുകൊണ്ട് തന്നെ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, റബ്ബ് എന്ത് തന്നാലും അതിലൊരു സൗഭാഗ്യം കിട്ടണമെങ്കിൽ ഞങ്ങൾക്ക് എന്തുണ്ടാവണം? നബി തങ്ങൾ തിരിച്ചോർമ്മപ്പെടുത്തി 3 കാര്യങ്ങൾ. നിങ്ങളിൽ ആരിലുണ്ടോ അവന് റബ്ബിന്റെ സൗഭാഗ്യം ലഭിക്കും. അവൻ എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും 3 കാര്യം അവനിലുണ്ടെങ്കിൽ അവൻ സൗഭാഗ്യവാനായിരിക്കും. 1, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിനോട് നിരന്തരം ഇടപെടുന്നവനാണെങ്കിൽ, അള്ളാഹുവിന്റെ ഖുർആനിനെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കിയവരാണെങ്കിൽ
അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആനിൽ റബ്ബ് തന്നെ ഓർമ്മപ്പെടുത്തിയത് പ്രവാചകനോട്, ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ക, മാ അൻസൽനാ അലൈക്കൽ ഖുർആന, പ്രവാചകരെ നിങ്ങൾക്ക് ഞാൻ ഈ ഖുർആൻ അവതരിപ്പിച്ചത് ലിതഷ്ക, നിങ്ങൾ ദൗർഭാഗ്യവാന്മാരാവാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് സമാധാനക്കേടുണ്ടാവാൻ വേണ്ടിയിട്ടല്ല. അതിന്റെ നേരെ മറുഭാഗത്ത് വിശുദ്ധ ഖുർആൻ റബ്ബ് നൽകിയിട്ടുള്ളത് മനുഷ്യൻ സൗഭാഗ്യവാകാനാൻ വേണ്ടിയാ. നിരന്തരം ഖുർആനിനെ സമീപിക്കുകയും ഖുർആനുമായിട്ടൊരു ഹൃദയബന്ധം കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്നവന് ഏത് കാര്യത്തിനും വല്ലാത്തൊരു സൗഭാഗ്യമായിരിക്കും, അനുഭൂതിയായിരിക്കും. എന്തുകൊണ്ട് നമുക്കത് നേടാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ച, വിശുദ്ധ ഖുർആനിൽ നിന്നും ഇന്ന് പലരും അകന്നുകൊണ്ടിരിക്കുകയാ. ഇന്ന് നേരം വെളുത്ത സമയത്ത് ഈ സമയം വരെ വിശുദ്ധ ഖുർആനിലെ 10 ആയത്ത് തികച്ചോതാൻ പല കുടുംബത്തിലും പലർക്കും പറ്റിയിട്ടില്ല. പല വീടുകളിലും താമസ സൗകര്യമുണ്ട്. അള്ള കൊടുക്കാത്ത പലർക്കും പടച്ചോൻ വലിയ വീട് കൊടുത്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ റഹ്മത്ത് ആ വീട്ടിലുണ്ട്. മേലനങ്ങാതെ ജോലി ചെയ്യാനുള്ള സർവ്വ സാന്നിധ്യങ്ങളും ആ വീട്ടിലുണ്ട്. ആരും നോക്കിപ്പോകുന്ന വലിയ മൊഞ്ചുള്ള ഭവനമാണ്. പക്ഷേ സമാധാനം ആ വീട്ടിലില്ല. കാരണം റബ്ബിന്റെ സൗഭാഗ്യമായി റബ്ബത് നമുക്ക് തന്നതല്ല. കാരണം വിശുദ്ധ ഖുർആനിൽ നിന്ന് നമ്മൾ ആ വീടിനെ ഒരിക്കലും ആ ഖുർആനിലേക്ക് ചേർത്ത് പിടിക്കാൻ സാധിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആനിന്റെ മറ്റൊരു ഭാഗത്ത് റബ്ബ് ഓർമ്മപ്പെടുത്തി, ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലത്തി ഹിയ അഖ്വം, ഈ വിശുദ്ധ ഖുർആൻ ഏത് പതറിപ്പോകുന്ന സമയത്തും നിങ്ങളെ നേരായ പാതയിൽ ഉറപ്പിച്ചു നിർത്തും. മനസ്സെവിടെ ചഞ്ചലപ്പെട്ടു പോകുന്നോ, എവിടെയാണോ പിശാച് നിങ്ങളെ കൊണ്ടുപോകാൻ തക്കം പാർക്കുന്നത്, അവിടെ നിന്നെല്ലാം നിങ്ങളെ നേരായ വഴിയിലേക്ക് കൊണ്ടുപോകാൻ ഈ ഖുർആൻ നിങ്ങളെ സഹായിക്കും. ആ വഴി ഒരിക്കലും നിങ്ങൾ ദൗർഭാഗ്യവാന്മാരുടെ വഴിയിലേക്ക് എത്തിപ്പെടുകയുമില്ല. മറ്റൊരു ഭാഗത്ത് റബ്ബ് ഓർമ്മപ്പെടുത്തിയ ഒരു വാക്ക്, ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, നിങ്ങൾ ഈ റബ്ബിന്റെ ഖുർആനിനെ പിന്തുടരുകയാണെങ്കിൽ അള്ള നിങ്ങൾക്ക് നൽകുന്ന 2 താക്കീതുകൾ, 2 ഗുണങ്ങളെ പറ്റി ഓർമ്മപ്പെടുത്തുന്നു. ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, ഒരു കാര്യത്തിലും നിങ്ങൾ ഭയപ്പെടേണ്ടി വരികയില്ല, ഒരു കാര്യത്തിലും നിങ്ങൾ ദുഃഖിക്കേണ്ടി വരികയുമില്ല. മനുഷ്യരായ കുലത്തിന് വിശുദ്ധ ഖുർആൻ ഏറ്റെടുത്തവർക്ക് റബ്ബ് കൊടുക്കുന്ന 2 നിഅമത്തുകളാണത്. ഭയമില്ലാതെ ദുഃഖമില്ലാത്തൊരു ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് പൈസ കുറെ സമ്പാദിച്ചാൽ കിട്ടൂല. പേരുകെട്ട നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കൊട്ടാരങ്ങൾ നിർമ്മിച്ചാൽ സമാധാനം കിട്ടൂല. സമാധാനവും സ്വസ്ഥതയും നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു രൂപയിൽ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഫമൻ തബിയ ഹുദായ, നിങ്ങൾ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിനെ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം. ജീവിതത്തിന്റെ ഓരോ സെക്കൻഡും ഖുർആനിന്റെ ജീവിക്കുന്ന ഉദാഹരണങ്ങളായി മാറണം. ദിക്റുകളെ ചൊല്ലിയും ആയത്തുകളെ കുറിച്ച് ചിന്തിച്ചും ആയത്തുകളുടെ നിർവചനത്തെ പറ്റി ആലോചിച്ചും നിങ്ങൾ അല്ലാഹുവിന്റെ ഖുർആനുമായി ഒരു ഹൃദയബന്ധം കാത്തു സൂക്ഷിക്കണം. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ പലരും ഖുർആനിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാ. സുപ്രസിദ്ധ സിനിമാ നടനും അതല്ലെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയ വർത്തമാനങ്ങളും ഒരുപാട് കേൾക്കുന്ന നമ്മളിൽ എത്ര പേർക്ക് റബ്ബിന്റെ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻകബൂത്ത്, ചിലന്തി എന്ന പേരുള്ള ഒരു സൂറത്തുണ്ട്. എന്തിനാ റബ്ബ പേരിന് അതല്ലെങ്കിൽ സൂറത്തിന് ആ പേര് കൊടുത്ത്? എന്തിനാ സൂറത്തുൽ നഹ്ലിന് അള്ളാഹു തേനീച്ചയുടെ പേര് കൊടുത്ത്? എന്തിനാ സൂറത്തുൽ നംലിന് അള്ളാഹു ഉറുമ്പിന്റെ പേര് കൊടുത്ത്? എന്തിനാ വിശുദ്ധ ഖുർആനിന്റെ ഫാത്തിഹക്ക് ഉമ്മുൽ ഖുർആൻ, അസാസുൽ ഖുർആൻ, കൻസുൽ ഖുർആൻ എന്ന് റബ്ബ് വിശദീകരിക്കാനുള്ള കാരണം? എന്തിനാ സൂറത്തുൽ ഇഖ്ലാസിന് സുലുസുൽ ഖുർആൻ, ഖുർആനിന്റെ 1/3 എന്ന് ഹബീബായ നബിത്തങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ള കാരണം? ഇതൊന്നും നമുക്കറിയൂല. ഇതൊന്നെ പറ്റിയൊന്നും പഠിക്കാൻ നേരം കിട്ടിയിട്ടില്ല. നാളെ റബ്ബിന്റെ അരികിൽ ചെല്ലുമ്പോ ഈ ലോകത്തു നിന്നും റബ്ബ് നേടിയ അറിവിനെ പറ്റി ചോദ്യം ചെയ്യുമ്പോ ധാരാളം അറിവുകൾ ഉണ്ടായിട്ടും റബ്ബിന്റെ ഖുർആനിനെ പറ്റി വേണ്ടത്ര അറിവ് നേടാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഖബറിലെ ചോദ്യങ്ങൾക്ക് പോലും നല്ലൊരു ഉത്തരം പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല. അവിടെയാണ് തിരുദൂതൻ പഠിപ്പിച്ചതും ഏത് കാര്യത്തിലും സൗഭാഗ്യമാണോ നിങ്ങൾ നിരന്തരം ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം. രണ്ടാമതായിട്ട് തിരുദൂതൻ പഠിപ്പിച്ചു, ഏത് കാര്യത്തിലും നിങ്ങൾക്ക് സൗഭാഗ്യമുണ്ടാകണമെങ്കിൽ മഹാനായ ഈസാ നബി റബ്ബിനോട് പറയുന്നൊരു വാക്കുണ്ട്. റബ്ബിന്റെ കൽപ്പന പ്രകാരം തന്റെ ജനതയോട് പറയുന്നൊരു വാക്ക്. ആ വാക്ക് വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് ഓർമ്മപ്പെടുത്തി, വബർറൻ ബിവാലിദതി, എന്റെ മാതാപിതാക്കളോട് നന്മ ചെയ്യാൻ എന്റെ റബ്ബെന്നോട് കൽപ്പിച്ചിരിക്കുന്നു. എന്തിന്? വലം യജ്അൽനി ജബ്ബാറൻ ശഖിയ്യ, ഒരിക്കലും ഞാൻ
അങ്ങേയറ്റം നിർഭാഗ്യവാനായ ഒരു ക്രൂരനായി മാറാതിരിക്കാൻ റബ്ബ് എന്നോട് കൽപ്പിച്ചു, നിന്റെ മാതാപിതാക്കളോട് നീ ഏറ്റവും നല്ല സ്വഭാവത്തോടെ പെരുമാറണം.